വെളിപ്പെടുത്തലിന്റെയും പരാതി കേസിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. അതിൽ നിങ്ങളുടെ നിലപാടെന്താണ്? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള ഒരാള് ഇങ്ങനെ അധികാരം ഇരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അതിലിരിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല പുള്ളിക്കാരി. ഇത്രയും പുള്ളിയുടെ കാര്യമാണ് വെച്ചാൽ ഒരു സ്ത്രീ ഒരു കള്ളം പറഞ്ഞിട്ട് നമുക്ക് ഒരു ആരോപണമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ മാത്രമല്ല, എത്ര പേരാണ് അദ്ദേഹത്തിന്റെ അപ്പം പുള്ളിക്കാരന്റെ ഇതാണ് ഒരു റെഗുലറായിട്ട് പുള്ളിയുടെ ഹോബി ആയിരിക്കാം ഇങ്ങനെ. അപ്പൊ അത് ഒരു പൊയ്മുഖം വെച്ചിട്ട് ഒരു മാസ്ക് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്തിരിക്കുന്നത് എംഎൽഎ. അത് പൊയ്മുഖക്കാരെ നമുക്ക് ആവശ്യമാണ് ജനങ്ങൾക്ക്, അല്ലല്ലോ. അപ്പൊ ഞങ്ങൾ സ്ത്രീകൾക്കോ നമുക്ക് എന്ത് ഒരു സുരക്ഷയാണ് അവിടെ ഉള്ളത് പുള്ളിക്കാരൻ്റെ അടുത്ത്? അപ്പോൾ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഹീസ് നോട്ട് ആപ്റ്റ് ആൻഡ് ഹീസ് നോട്ട് വർത്ത് ഫോർ എംഎൽഎ. ഏതെങ്കിലും തരത്തിൽ സ്വാധീനപരമായ കോളോ അല്ലെങ്കിൽ ഭീഷണി എന്തെങ്കിലും ഈ മൊഴി കൊടുത്തതിന് ശേഷം ലഭിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ തന്നെ എന്റെ ഫോണിലാണ് നോക്കാൻ ഇഷ്ടം പോലെ 86 മിസ് കോളൊക്കെ കിടപ്പുണ്ട്. ഇതിൽ ആരൊക്കെയാണ് എന്നെ വിളിക്കുന്നത്? എല്ലാം അൺനോൺ കോൾസ് ഒക്കെയാണ്. ഞാൻ അപ്പൊ എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ബിസി ആയിരുന്നു. ഇന്നലെ ഫുള്ള് അവരെല്ലാവരും ഉണ്ടായിരുന്നു, മിനിങ്ങാന്ന് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരുടെയും ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. വനിത അവര് തീർച്ചയായിട്ടും നല്ല എളുപ്പം. അവര് നല്ല നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെയാണ് ഇപ്പോഴത്തെ പോലീസ് ഓഫീസർ വനിതാ അംഗങ്ങളെ. ഇപ്പൊ വേറെ ഒന്നും വിചാരിക്കരുത്. ഇതിനു മുമ്പ് 2008 എനിക്കൊരു പ്രശ്നം കണ്ടിട്ട് ഞാൻ ഒരു ഏത് സ്റ്റേഷനെന്ന് പറയുന്നില്ല, ഞാൻ അവിടുത്തെ വനിതാ പോലീസ് അവർ വളരെ നമ്മളെ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവരെ കൾപ്രിറ്റായിട്ടാണ് കാണുന്നത്. നീ ഒന്നും ചെയ്യാതെ ഒന്നും അങ്ങനെ അതായത് നമ്മളുടെ ഒരു വിഷമം കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല. ആ ഒരു മനോഭാവം ഒക്കെ മാറി ഇപ്പം. ഇന്നത്തെ ഇപ്പൊ DIG ആണെങ്കിലും SP മാഡം ഒക്കെ ആണെങ്കിലും ഇന്നലെ എൻ്റെ സ്വന്തം കുടുംബ അംഗത്തെ പോലെയാണ് അവരെന്നോട് പെരുമാറിയത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ അത്രയും ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടൊക്കെ ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് വളരെ റിലീഫാണ്. പിന്നെ കേസ് എടുത്തില്ലെങ്കിലും ഇവരോടെങ്കിലും നമുക്ക് ഇത്രയും പറയാൻ കഴിഞ്ഞില്ല ഓപ്പണായിട്ട്. ഇതുവരെ 13 വർഷം കിടന്ന് വിങ്ങ് കിടന്ന്. പക്ഷെ എനിക്ക് കൊടുക്കാൻ ഒന്നും ഇവരുടെ ഇൻഫ്ലുവൻസ് കാരണം എന്നെ ഉപദ്രവിക്കുമോ, കാരണം എനിക്ക് മക്കളൊക്കെ ഉള്ളല്ലേ, എനിക്കെന്തെങ്കിലും പറ്റി. അപ്പോൾ അതുകൊണ്ട് പേടിയുണ്ടായിരുന്നു, കുറച്ച് ജീവനിൽ ഭയമുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ഇന്നിപ്പോൾ സർക്കാരൊക്കെ മുന്നോട്ട് വന്നതുകൊണ്ടും ഹേമ കമ്മിറ്റി പെൺകുട്ടികളെല്ലാം വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നതും പിന്നെ ഇങ്ങനെ ഒരു നമ്മുടെ പിണറായി സാർ ഇങ്ങനെ ഒരു നടപടി പെട്ടെന്ന് SIT-നെ ഏർപ്പാടാക്കുകയൊക്കെ ചെയ്തതാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത്. എനിക്ക് നീതി കിട്ടും ഇങ്ങനെ ഒരു പൊതുവായിട്ടാണല്ലോ പുള്ളിക്കാരൻ ഡിക്ലെയർ ചെയ്തത്. ആര് വേണം നിങ്ങൾക്ക് ഞങ്ങൾ ആക്ഷൻ എടുക്കും, എത്ര പ്രമുഖരാണെങ്കിലും. അപ്പോഴാണ് എനിക്കും ദിസ് ഇസ് എ റൈറ്റ് ടൈം, ഐ വിൽ ഗെറ്റ് ജസ്റ്റിസ് എന്നൊരു കോൺഫിഡൻസ് വന്നത് ഞാൻ മുൻപോട്ട് വരാനുള്ള കാരണം.